ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. ഇന്നത്തെ കുടുംബശ്രീ ശാരദ സീരിയൽ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരുന്നു. നമ്മുടെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ ചിപ്പിമോളും പപ്പിമോളും സ്കൂളിൽ പോകുന്ന സമയത്ത് പപ്പിമോളെ ഹോംവർക്ക് പ്രൊജക്റ്റ് ചെയ്യാത്തതിന് പുറത്തിറക്കിയേക്ക് നിർത്തുന്നു. അപ്പോൾ ശരിക്കും പപ്പിമോൾ അത് ചെയ്തതാണ്. പക്ഷേ ശ്യാമ ബുക്ക് എടുത്ത് വെച്ചപ്പോൾ മാറിപ്പോവുകയാണ്, ബാഗ് മാറിപ്പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സത്യയുടെ ബാഗിൽ നോക്കുമ്പോൾ ആ പ്രൊജക്റ്റ് അതിലിരിക്കുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ശ്യാമ അവർക്ക് കുട്ടികൾക്ക് ഫുഡൊന്നും കൊടുക്കാതെയൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെ ടീച്ചറാണെങ്കിൽ വന്ന് നോക്കുമ്പോൾ, ശാരദ ടീച്ചർ വന്ന് നോക്കുമ്പോൾ ഫുഡ് അവിടെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ശ്യാമയോട് വഴക്കിടുന്നു, നീ കുഞ്ഞുങ്ങൾക്ക് എന്താ ഫുഡൊന്നും കൊടുക്കാതിരുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾക്ക് അറിഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നു. ആ സമയത്താണ് പൊന്നി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ പൊന്നിനെ കണ്ടതും ശ്യാമ പൊട്ടിക്കരയുന്നു. അപ്പോൾ പൊന്നി ചോദിക്കുന്നത് എന്താ മോളെ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ എന്തായാലും പപ്പിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛനെ കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഈ കുട്ടികൾ ആലോചിക്കുകയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ സത്യ പറയും, നമുക്ക് എന്തായാലും സുസ്മിത ആൻറ്റിയുടെ അടുത്ത് വീട്ടിൽ പോയാലോ, അവിടെ കാണുമല്ലോ, എന്തായാലും അവരുടെ വീട് അറിയാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ കുഞ്ഞ് പറയുകയാണ്. അങ്ങനെ സ്കൂളിൽ നിന്ന് ഈ കുട്ടികൾ രണ്ടുപേരും നേരെ സുസ്മിതയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നു. കോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് ഡോറ് തുറന്ന് രോഹിത്താണെന്ന് തോന്നുന്നു പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയമാണെങ്കിൽ കുട്ടികൾ വീട്ടിലെത്താത്തതിന് ടീച്ചറാണ് ആകെ വിഷമിച്ചിരിക്കുന്നു. ആ സമയത്ത് വീട്ടിൽ നിൽക്കുന്ന ആ പുള്ളിക്കാരി പറയും, അയ്യോ കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയെന്നാണ് അറിയിച്ചിരിക്കുന്നത്, എങ്ങോട്ടാണ് പോയെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ അവിടുന്ന് പറയുകയാണ്. അപ്പോൾ ഇവർക്കും ടെൻഷനാണ്, ഈ കുഞ്ഞുങ്ങൾ എവിടെ പോയി എന്നറിയാതെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സത്യഭാമ വീട്ടിൽ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ബിസിനസ് തുടങ്ങിയല്ലോ. ഈ പലഹാരങ്ങളുമായിട്ട് പൊന്നിയായിട്ട് ഓരോ കടകൾ കയറി ഇറങ്ങുകയാണ്. എല്ലാ കടയിലെത്തുമ്പോഴും സാധനങ്ങളൊന്നും ആരും വാങ്ങുന്നില്ല. അങ്ങനെ ഒരു കടയിലെത്തി സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വിഷ്ണുവിൻ്റെ കൂടെയുള്ള കൂട്ടുകാരനും ഈ കാഴ്ച കാണുകയായിരുന്നു. അവർക്ക് വിഷ്ണുവിനത് കണ്ടിട്ട് ഭയങ്കര വിഷമമാവുന്നു. കാരണം നെഞ്ച് പൊട്ടി തകരുന്ന പോലൊരു അവസ്ഥയിലാണ്. തൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നോർത്ത് അവൻ വിഷമിക്കുകയാണ്. അപ്പോൾ ആ കടയിലേക്ക് സാധനം കൊടുക്കുമ്പോൾ ഇവിടെ ഒന്നും വേണ്ട എന്ന് സത്യഭാമയോട് പറയുകയാണ്. അങ്ങനെ സത്യഭാമയും നമ്മുടെ പൊന്നിയും പൊരി വെയിലത്ത് ഈ 2 സഞ്ചിയുമായി തൂക്കിപ്പിടിച്ച് ഓരോ കടകൾ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കടകളിൽ ഓർഡർ എടുത്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ തുടങ്ങുന്നത് തന്നെ. ഇനി സത്യഭാമ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് കണ്ടറിയാം. അപ്പോൾ ഇത് കാണുന്ന വിഷ്ണുവിനും വളരെ വിഷമമാകുന്നു. കാരണം അമ്മ എങ്ങനെ ജീവിച്ച അമ്മയാണ്. കാരണം ഒരു വീട്ടിലെ എല്ലാമായിരുന്ന അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയല്ലോ എന്ന് ഓർത്തിട്ട് വിഷ്ണുവും സങ്കടപ്പെടുകയാണ്. ഇങ്ങനെയാണ് നാളത്തെ എപ്പിസോഡ് കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.